നമ്മളൊക്കെ ചിലപ്പോൾ പറയാറില്ലേ, ഓൻ ചെറുപ്പത്തിൽ തന്നെ പോയി, ഓൻ്റെ വല്യമ്മ മരണം കണ്ടു, ഓൻ്റെ വാപ്പിയും കണ്ടു, ഓൻ്റെ മകനും കണ്ടു, ഓൻ്റെ പെണ്ണുങ്ങളും കണ്ടു, 35-ാമത്തെ വയസ്സിലാണ് ഓൻ പോയത്. നമ്മളെ കുടുംബത്തിൽ നിന്നൊരു മകൻ പോയാലും നമുക്കാർക്കും സങ്കടമില്ലാത്ത എന്താണെന്നറിയോ, ഓനെ അള്ള നേരത്തെ കാലത്തെ കൊണ്ടേ എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ കുറേ വേണ്ടാത്തരും ലഹരിയും അതേപോലെ തന്നെ എല്ലാ തോന്നിയാസത്തിലും ഉണ്ടായിട്ട് നമ്മൾ 25-ാമത്തെ വയസ്സിൽ പോയാലേ ചങ്ങായിമാർ കുറേ വന്നുകാണ്ട് നമ്മളെ കൊണ്ടുവരുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മളമ്മക്കും ബാപ്പാക്കും നമ്മളെ സങ്കടം തീരൂല. എന്തുകൊണ്ടാ സങ്കടം തീരാത്തറിയോ? ഓൻ്റെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും? മലക്ക് ഓൻ്റെ അടുത്തേക്ക് എങ്ങനെയായിരിക്കും ചെന്ന് കാണുക? എൻ്റെ മകൻ ഒരു പശ്ചാത്താപത്തിന് കൂടി അവസരം കിട്ടിയില്ലല്ലോ പടച്ചോനെ, ഓനാ മുഴുവൻ അനുഭവിച്ചണ്ടേ. എന്നാൽ നിങ്ങൾ ദീനിയായി, ഞാനും നിങ്ങളും ദീനിയായി, ഇഖ്ലാസോടുകൂടെ ഈമാനോടുകൂടെ സഹോദരി തലയിൽ തട്ടമിട്ട് കോളേജിലൊക്കെ വരുമ്പോൾ ദീനിയായി നല്ലവളായി നല്ലവനായി കഴിഞ്ഞുകൂടി നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഡോക്ടർ MBBS പഠിക്കുന്ന ഒരു പെൺകുട്ടി ലോകത്തോട് വിട പറഞ്ഞു. എല്ലാവരും ദുആർന്നു. അവൾ ഒരുപാട് ക്ലാസ് എടുക്കണേ സദ്വൃത്തയായ മനക്കരുത്തുള്ളൊരു പെൺകുട്ടിയാണ്. കോഴ്സ് ഒരുപാട് കാലം പഠിച്ചിട്ടും കോഴ്സിന് കിട്ടാന്നപ്പോൾ വീണ്ടും പഠിച്ചിട്ടാണ് അവൾ പറയാം, ഞാൻ ആദ്യം ഒരു പൊട്ടത്തിയായിരുന്നു, പടച്ചോൻ എനിക്കിങ്ങനെ തന്നതാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു, വാപ്പാർക്കും ഉമ്മാക്കൊക്കെ സന്തോഷമായി. എന്താ കാരണം? നല്ലത് ചെയ്തിട്ടാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തിന്റെ ഒരു പ്രാധാന്യം നോക്കി നിങ്ങൾ. അത് ചൊല്ലിക്കൊണ്ട് ആരെങ്കിലും വിട വാങ്ങിയാൽ അവൻ അല്ലാഹു സ്വർഗ്ഗപ്രവേശനത്തിന്റെ സന്തോഷ വാർത്ത കൊടുക്കുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ആദർശത്തിലല്ലേ നമ്മൾ ജീവിക്കണേ? നമ്മൾ ഇതുവരെ ഏതെങ്കിലും ഒരു അള്ളാഹു അല്ലാത്തവർക്ക് നേർന്ന ഒരു നീർച്ചന്റെ ചോറ് നമ്മളാരും തിന്നാതെക്കണമെന്നുകൊണ്ടറിയോ? തിന്നാതെക്കണേ നമുക്ക് ബിരിയാണിക്ക് പൂതിയില്ലായിട്ടല്ല, നമ്മളെ ബാപ്പാരും ഉമ്മാരും തൗഹീദുള്ളവരാ. ഒരു വാപ്പ പറയണേ പീഡിയക്കൊലയും ഇരിക്കുമ്പോഴേ, ഇനി ഇന്ത്യ രാജ്യത്ത് നമ്മളെ മക്കളൊക്കെ എങ്ങനെ ജീവിച്ചാൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോവും, ഓല കാര്യം എന്താണ്? അപ്പോൾ വേറെ വാപ്പ പറയണേ, എൻ്റെ കാര്യം നോക്കുക, എൻ്റെ മക്കളെ കാര്യത്തിൽ ഇച്ച് ബേജാറാണ്ട. മക്കളെ കാര്യത്തിൽ ഓൽക്ക് ഇന്ത്യ രാജ്യത്ത് സുഖമായിട്ട് ജീവിച്ചാൽ, കുറിയോടാൻ പറഞ്ഞാൽ ഓല് കുറിയൊട്ടോളൂ, തട്ടൊഴിവാക്കാൻ പറഞ്ഞ ഓല് തട്ടൊഴിവായിക്കോളൂ, നിക്കരിച്ചണ്ടാറിന ഓല് നിക്കരിച്ചാവുന്നോളൂ, പള്ളി പൊളിച്ചറിഞ്ഞാൽ പൊളിച്ചോളി. കാരണം എന്താ? അത്ര സ്ട്രിക്റ്റ് ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണതാണ്, നമ്മളിങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഒരു തെറ്റും അപകടവും ഒന്നും വരുത്താതെ നമ്മൾ ജീവിച്ച നമ്മളെ മേന്മ മാത്രമല്ല, നമ്മളെ വാപ്പാൻ്റെ ഇമ്മാൻ്റെ ആദർശ ധീരതയാണ്. കല്യാണം കഴിച്ച് വന്നവരും കൊടുന്നവരും പെണ്ണ് കെട്ടിയോലും മക്കൾ ഉണ്ടാവണോലും ഒക്കെ ഉണ്ടാവുമല്ലോ, ഞമ്മക്കത് തിരിച്ചു കൊടുക്കാൻ കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്താലേ മരിച്ചുമ്പോൾ നമുക്ക് സമാധാനത്തിൽ മരിക്കാൻ കഴിയുള്ളൂ. ആ വിശ്വാസവും ചൊല്ലലും പറയലും ഒക്കെ ഉപകരിക്കുകയും അടിസ്ഥാനപരമായി ആ വിശ്വാസത്തെ നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.